ക്ലാസ് നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ളതാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഹെഡിങ് എഴുതുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെ പറ്റിയല്ല, മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ടേക്ക് നീക്കിയാൽ മതി. ഇതിനെ ഇങ്ങോട്ടേക്ക് നീക്കിയാൽ മതി. അപ്പം ഇതിന്റെ ചേഞ്ച് മൂലം, ഇതിന്റെ മോഷൻ ഉണ്ടാകുന്നത് മൂലമാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? കറണ്ട് ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പം മ്യൂച്വലാ. അപ്പൊ ഇത് ഹെൽപ്പിനുണ്ട് ഇവിടെ. എന്നാൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് തന്നെ കറണ്ട് ഉണ്ടാകുന്ന, അതായത് ഇതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം കറണ്ട് ഉണ്ടാകുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് നമുക്ക് നോക്കണം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. അതെങ്ങനെ? ഇയാളുടെ സഹായത്തോട് കൂടിയല്ലേ? ഇയാൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയോണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ അടുത്തുള്ള കണ്ടക്ടറിനകത്തെ കറണ്ട് കൂടിയോണ്ടോ കുറഞ്ഞോണ്ടോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് കറണ്ട് ഉണ്ടായത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഇതിനകത്ത് എങ്ങനെ സെൽഫായിട്ട് ഇൻഡക്ഷൻ ഉണ്ടായി എന്നുള്ളൊരു കാരണം നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പടം വരയ്ക്കുകയാണ്, നോക്കിക്കോളൂ. അതായത് നമ്മൾ ഒരു സോളിനോയിഡ് വരയ്ക്കുകയാണ്. ഇതാണ് സോളിനോയിഡ്. തിരിച്ചു വരയ്ക്കുകയാണ്. സോളിനോയിഡ് വരയ്ക്കുകയാണ്. ഓക്കെ. സോളിനോയിഡിനകത്തോട്ട് ഞാൻ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഒരു കീയുടെ സഹായത്തോടു കൂടിയാണത് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. കീ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഒഴുകുകയും ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ഇതിനെ ചുറ്റിനും ഇതേണ്ട ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട പടമാണ്. ഓക്കെ ആണല്ലോ? ഇത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എങ്ങനെയാണ് സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അപ്പം ഇവിടെ നമ്മുടെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും? സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കറണ്ട് അല്ലേ കിട്ടുന്നത്? കറണ്ട് ചേഞ്ച് ചെയ്താലല്ലേ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടായതല്ലേ അവിടെ EMF ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ വേറെ ആരും സഹായത്തിന് ഇല്ലതാനും. വേറൊരു മാഗ്നറ്റ് അടുത്തോട്ട് നീക്കുകയോ ദൂരോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വേറൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വരികയോ അതിന്റെ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് സ്വന്തമായിട്ട് ഒരു സോളിനോയിഡ് എടുത്തു. ആ സോളിനോയിഡിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് കിട്ടുന്നത്. കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. EMF ഇൻഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബാറ്ററി മൂലമുള്ള EMF ഉള്ളൂ. അല്ലാതെ ഇൻഡക്ഷൻ മൂലം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ബാറ്ററിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവിടെ കൂടെ കടന്നു പോകുന്ന കറണ്ട് 10 ആംപിയർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ 0 ആംപിയർ അല്ലേ? എന്നാൽ സ്വിച്ച് ഇട്ടിട്ട് നിങ്ങൾ സ്വിച്ച് നിങ്ങൾ ഓൺ ആക്കി. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് 10 ആംപിയർ ആവില്ല. അത് പെട്ടെന്ന് 10 ആംപിയർ ആവും. പക്ഷെ എന്നാലും 0 എന്ന് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ കൂടിയാണ് 10 ആംപിയർ ആവുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കറണ്ട് കൂടുന്നു. അപ്പൊ കറണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കണ്ടക്ടറിനകത്ത് കറണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തവണയും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഇവിടെ രണ്ട് EMF ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ബാറ്ററി ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഉണ്ടാക്കുന്നതും അതൊരു ബാറ്ററിയുടെ EMF. അതല്ലാതെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ബാറ്ററിയുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്തും അതേപോലെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്തും അതേപോലെ ഓഫ് ആക്കുന്ന സമയത്ത് ഇപ്പം 0 ആംപിയർ എന്ന് ഞാൻ ഓൺ ആക്കി. പെട്ടെന്ന് 1 2 3 4 10 ആംപിയർ ആയി. പിന്നെ സ്വിച്ച് നമ്മുടെ സോളിനോയിഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കോൺസ്റ്റന്റ് കറണ്ടാ. ഈ സമയത്ത് വെറും ഈ ബാറ്ററിയുടെ EMF മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. ഇനി സ്വിച്ച് ഓഫ് ആക്കുന്ന കേസ് നോക്കിയേ. 10 ആംപിയർ ആണ് ഓഫ് ആക്കുന്നത്. 10 ആംപിയർ എന്ന് 0 ആംപിയർ ആവണമെങ്കിൽ ഈ 9ഉം 8ഉം ഒക്കെ കടന്നു വരണം. ഈ സമയത്തും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുള്ള സാധനം മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് 0 ആവും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കുറയുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോഴും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഓഫ് ആക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ കാണാൻ പറ്റത്തുള്ളൂ. 10 ആംപിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കണ്ടോ, പിന്നെ സ്റ്റേബിൾ കറണ്ട് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേബിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, കറണ്ട് ഉണ്ടാവുന്നില്ല. കറണ്ട് ഉണ്ടാവും, ബാറ്ററി മുഖാന്തരമുള്ള കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ ആണല്ലോ?
സെറ്റ് ആണല്ലോ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു ICSEക്കും CBSEക്കും ഒക്കെ. ഞാൻ ഇത് വരയ്ക്കണ്ട, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ബൾബ് ഞാൻ നേരെ ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം ഇത് ഒരു 220 വോൾട്ട് ബാറ്ററിയാന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യാം കേട്ടോ, അത്രയും വലിയ കണക്ഷൻ നമുക്ക് ഒരു ബൾബെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, പൊട്ടിത്തെറിക്കും, കത്തിപ്പോവും, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ബാറ്ററിയുടെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു AC സോഴ്സ് എടുത്ത് AC സോഴ്സ് ഞാനൊരു ബൾബിലോട്ട് എടുത്ത് ബൾബ് കത്തിക്കുകയാണ്. ഇതാണോ നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്, ഇതാണോ നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്? ആരുടെയും ഒരു എക്സാമ്പിൾ പറയാമോ? ഇന്ന് വൈകിട്ട് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ പറയേണ്ട, ബാക്കിയുള്ളവർ ആർക്കെങ്കിലും. അതായത് ബാറ്ററി വെച്ച് കത്തിക്കുന്ന ബൾബിനാണോ ബ്രൈറ്റ്നസ് കൂടുതൽ, അതോ ഈ നമ്മുടെ കറണ്ട് വെച്ച് കത്തിക്കുന്ന എന്താണ് AC കറണ്ട് വെച്ച് കത്തിക്കുന്ന ഇതിനാണോ ബ്രൈറ്റ്നസ് കൂടുതലെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ AC കറണ്ട് വെച്ചിട്ട് കത്തിക്കുന്ന ബൾബിനായിരിക്കും ബ്രൈറ്റ്നസ് കൂടുതലെന്നായിരിക്കും. എന്നാൽ അത് തെറ്റാണ്. ബാറ്ററി വെച്ച് കത്തിക്കുന്നതിനാണ് കറണ്ട് കൂടുതൽ. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഒരു ബാക്ക് EMF എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കറണ്ട് AC-യാണ്. AC കറണ്ടിന്റെ ഗ്രാഫ് തന്നെ ഉണ്ടോ? ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കറണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തൊട്ട് സ്വിച്ച് ഓഫ് ആക്കുന്നിടം വരെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒബ്വിയസ്ലി അവിടെ ഈ കൊടുക്കുന്ന EMF അല്ലാതെ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ നോർമൽ ഡയറക്ഷൻ ഓഫ് കറണ്ട്. നോർമൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇങ്ങോട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ ചേഞ്ചിങ് ഇത് മൂലമുണ്ടാകുന്ന കറണ്ട് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. രണ്ട് കറണ്ടും ഒപ്പോസ്, അതിനെ ബാക്ക് EMF എന്നാ പറയാം. അപ്പോൾ അത് രണ്ട് കറണ്ടും ഒപ്പോസ് ചെയ്യുന്നു. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് +2-ലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ബാക്ക് EMF ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു കറണ്ട് ഇങ്ങോട്ടും ഒരു കറണ്ട് ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ എന്താ അവിടുത്തെ അതിന്റെ എഫക്റ്റീവ് കുറയുമല്ലോ. അപ്പോൾ അവിടുത്തെ ബ്രൈറ്റ്നസ് കുറയും, അതതിന്റെ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ കീ കൊടുത്തു കഴിഞ്ഞാൽ 0 തൊട്ട് ഇവിടുത്തെ മാക്സിമം 10 ആംപിയർ ആണെങ്കിൽ ആ 10 ആംപിയർ ആകുന്ന സമയം വരെ ഉള്ളൂ ബാക്ക് EMF ഉണ്ടാകുന്നത്. പിന്നെ കോൺസ്റ്റന്റ് കറണ്ടാ, പിന്നെ നല്ല ബ്രൈറ്റ്നസ് കത്തുക, അവിടെ ബാക്ക് EMF ഉണ്ടാകുന്നില്ല. പിന്നീട് സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്തേ ഉള്ളൂ, ആ ഒരു ഇൻസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ബാറ്ററി വെച്ചുണ്ടാക്കുന്ന ബൾബിനായിരിക്കും, അല്ലെങ്കിൽ കത്തിക്കുന്ന ബൾബിനായിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ, അല്ലെ ബ്രൈറ്റ്നസ് കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതായത് ബാക്ക് EMF ഉണ്ടാകാത്തത് കൊണ്ട് എപ്പോഴും, അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുന്ന സമയത്ത് മാത്രമേ അവിടെ നോർമൽ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്ക് കറണ്ട് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ബാക്ക് EMF ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കുന്നതും സ്വിച്ച് ഓഫ് ആക്കുന്ന കണ്ടീഷനിൽ മാത്രമാണ് സെൽഫ് തന്നെ, വേറെ ആരും ഇല്ലല്ലോ. തൊട്ടടുത്തൊരു മാഗ്നറ്റോ അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ചേഞ്ചിങ് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടക്ടറോ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇവിടെ സ്വന്തമായിട്ടുണ്ടാകുന്ന EMF ആണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡക്ഷൻ നടത്തുന്നതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് എഴുതുകയാണ്. വെൻ കീ ഈസ് പ്രസ്ഡ്, എഴുതേണ്ടതാണ്, ഈ പടം വരച്ചിട്ട് എഴുതേണ്ടതാണ്. വെൻ കീ ഈസ് പ്രസ്ഡ്, കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ത്രൂ the circuit increases from 0 to maximum. ശരിയല്ലേ? which in turns increases the magnetic field lines, magnetic field lines associated with it. Automatically current കൂടുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടും, associated with it. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും, അല്ലേ? which increases magnetic flux. Due to which an EMF is induced in the coil. This property is known as
property is known as self induction. അപ്പൊ അത് സെൽഫ് ഇൻഡക്ഷൻ എന്താന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അടുത്ത കാലഘട്ടത്തല്ല, ഒരു 2020 ആ ഒരു സമയത്തൊക്കെ. അപ്പം അതെന്താന്നുള്ളതും കൂടെ എഴുതിയേക്കും. ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ദ ഫിനോമിനോൺ ഒരു ലൈൻ വിട്ടിട്ട് ഫിനോമിനോൺ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് EMF in the coil due to the change in flux by itself is known as തന്നെത്താനെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കുക, known as self induction. അപ്പൊ ഇവിടെ ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ടും കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് therefore ഇങ്ങനെ എഴുതാം, ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അവിടെ നിന്ന് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. ഈ എല്ലിനെ പറയുന്ന പേര് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. L is a constant known as self inductance. L is a constant known as self inductance. അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ലെൻസ് ലോഡ് അടിസ്ഥാനത്തിൽ, അതായത് ഇതിന്റെ യൂണിറ്റ് കൂടെ എഴുതിക്കണം. യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഹെൻറി ആണ്. ഹെൻറി എച്ച് ഡിനോട്ട് ചെയ്യുന്ന എച്ച്. ഇനി ലെൻസസ് ലോയുടെ ടേമിൽ നമുക്ക് ഈ സെൽഫ് ഇൻഡക്റ്റൻസിനെ ഒന്ന് എഴുതേണ്ടിയിരിക്കുന്നു. ലെൻസസ് ലോയുടെ ടേമിൽ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ നമുക്കറിയാം E ഈസ് ഈക്വൽ ടു നെഗറ്റീവ് d∅dt ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഫാരഡി സെക്കൻഡ് ലോയ്ക്ക് ഒരു മൈനസ് ഇട്ടപ്പോഴാണ് ലെൻസ് ലോ ഉണ്ടായത്. കാരണം മൈനസ് കാണിക്കുന്നത് EMF ഉണ്ടാകുന്ന ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. എന്താ EMF ഉണ്ടാകുന്നത് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. ഓൾറെഡി നമുക്കറിയാം ഇവിടെ ഫൈൻഡ് ആൻസർ, ഇത് ഇക്വേഷൻ 1 എന്ന് എടുക്കാം, ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. E ഈസ് ഈക്വൽ ടു എന്താ, നെഗറ്റീവ് d/dt ഓഫ് എന്താ Li എന്ന് കൊടുക്കാം. L കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. L പുറത്തെടുത്തു, നെഗറ്റീവ് L പുറത്തെടുത്തു, di/dt. ഈ ഇക്വേഷൻ പഠിക്കുക, ന്യൂമറിക്കലിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ. ചെറുതാക്കാം, എഴുതാനുള്ള എഴുതിക്കണം. ഡൗട്ട് ഉണ്ടോ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. Sir, the unit of self-conductance is? Unit of self-inductance Henry. Yeah, Henry. വലുതാക്കണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതുന്ന ഭാഗത്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഒന്നുകൂടെ മുകളിൽ മുതൽ കാണിക്കാം.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരു ഡെറിവേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തുനിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിക്കുള്ളൂ. അതില് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മളത് വിട്ടുപോയി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് ഞാൻ പഠിപ്പിക്കാന്നുള്ളത്. വിട്ടുപോയതല്ല, അറിഞ്ഞുകൊണ്ട് വിട്ടതാണ്. നമുക്ക് ആ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയിട്ടിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതാണ് കൂടുതലും എല്ലാവരും ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡും ഇതിനകത്തുനിന്ന് ചോദിക്കുന്നുണ്ട് ഡെറിവേഷൻ. അങ്ങനെ ചോദിച്ചേ കണ്ടിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അത് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എഴുതാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ന്യൂമറിക്കൽ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു 5 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാ ഞാൻ പെൻഡിങ് വെച്ചിട്ടുള്ളത്. അതും ചെയ്യാം. അതും അതേപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് പഠിക്കണം. അതേപോലെ തന്നെ അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് അതൊരു ഡെറിവേഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് അതും ഒരു ഡെറിവേഷൻ. ഈ 2 ഡെറിവേഷനും പഠിക്കണം. വിത്ത് അതിന്റെ ന്യൂമറിക്കലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാം ന്യൂമറിക്കൽ ചോദിച്ചാൽ ഡെറിവേഷൻ ചോദിക്കത്തില്ല, ഡെറിവേഷൻ ചോദിച്ചാൽ ന്യൂമറിക്കൽ ചോദിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഈ 2 ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനനുസരിച്ച് പഠിക്കുക. അപ്പൊ നമ്മൾ ഒരു സോളിനോയിഡിനകത്തെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഹെഡിങ് എഴുതേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. അപ്പൊ അതിനായിട്ട് ജസ്റ്റ് ഒരു സോളിനോയിഡ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനങ്ങ് വരയ്ക്കുന്നതേ ഉള്ളൂ. മറ്റേ ആദ്യത്തെ തന്നെയാണത്, വേറെ ഒരു ഇതുമില്ല. നമ്മൾ കീ കൊടുത്തപ്പോൾ കറണ്ട് ഒഴുകി തുടങ്ങിയപ്പോഴത്തേക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ചുറ്റിനും ഡെവലപ്പ് ചെയ്തു. ഞാൻ ഒറ്റ ഫീൽഡ് ലൈൻസ് മാത്രമേ വരച്ച് കാണിക്കുന്നുള്ളൂ. നമുക്ക് ഇനി അറിയാം, when current is passed through the solenoid, magnetic field is set up around the solenoid and is equal to, നമുക്കറിയാലോ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്താണ്. B is equal to mu 0 small n into I ആണ്. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ച മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ B is equal to, നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിനകത്ത് പഠിച്ചത് 5B is equal to ലൈൻ ഇന്റഗ്രൽ ഓഫ് BDL cos theta എന്ന് പറഞ്ഞാണ് പഠിച്ചതെങ്കിൽ, ഈ ചാപ്റ്ററിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റി പഠിക്കാൻ പോകുന്നത് BA cos theta എന്നാണ്. ഏരിയ വെക്ടറിന്റെ ടൈമിൽ, അല്ലെങ്കിൽ ഒരു സർഫസിൽ കൂടെ പോകുന്ന, ഒരു സർഫസ് ഏരിയയിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുടെ കൂട്ടത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ച പോലെ തന്നെ. മറ്റേത് ഒരു ആംബീരിയൻ ലൂപ്പിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും, അതായത് ഒരു കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഈ വട്ടത്തിലല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ആംബീരിയൻ ലൂപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഈ ലൂപ്പിലെ ചെറിയ DL എടുത്തിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് 5B is equal to ലൈൻ ഇന്റഗ്രൽ ഓഫ് B dot DL cos theta എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ അങ്ങനല്ല, ഇവിടെ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനെ പറ്റിയും കൂടെ എഴുതാം. ഡ്യൂ ടു ചേഞ്ച് ഇൻ കറണ്ട് flux also changes. That is നമുക്കറിയാം 5B is equal to BA cos theta. നമുക്കറിയാം മാക്സിമം ഫ്ലക്സിന്റെ കണ്ടീഷൻ ആണ് എടുക്കുന്നത്. തീറ്റ 0 ആയിരിക്കും, cos 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 max ആയിരിക്കും കിട്ടുന്നത്. മാക്സിമം ഈസിക്കൽ എന്താ BA എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം if there are സോളിനോയിഡിന് ഒരു ടേൺ അല്ല, ഒരു ടേണിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണിത്. if there are capital N number of turns, if there is capital N, there are capital number of turns, if there are capital N number of turns ആണെങ്കിൽ നമുക്ക് 5 max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം,
n ഇൻറ്റു ബി എന്ന് എഴുതാം. കണ്ടോ, ഒരെണ്ണത്തിന്റെ ബി ആണെങ്കിൽ n ടേൺസിന്റെ n ഇൻറ്റു ബി ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ആ ബിയുടെ ഇക്വേഷൻ ബി ഈസിക്കൽ ടു മ്യൂ സീറോ സ്മോൾ n ഇൻറ്റു ഐ ഇല്ലേ, അതുകൊണ്ട് ആ ബി ഫൈവ് മാക്സിന്റെ ഇക്വേഷൻ അതുകൊണ്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? therefore 5 max is equal to n into b ക്ക് പകരം മ്യൂ സീറോ സ്മോൾ n into I into a. ഓക്കെ ആണല്ലോ, ഇതാണ് 5 മാക്സിന്റെ ഇക്വേഷൻ. ഓൾസോ അല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ we know that 5യുടെ വേറെ ഇക്വേഷൻ എന്താ? 5 is equal to നമ്മളിപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് വെച്ച് പഠിച്ച ഇക്വേഷൻ L into I ആണ്. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ ഇക്വേഷൻ 2 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ on equating ഇക്വേഷൻ 1 and 2 Li is equal to നമുക്ക് എന്തായിരിക്കും കിട്ടുക? n into മ്യൂ സീറോ സ്മോൾ n into I into a. നമുക്കറിയാം ഇപ്പൊ തന്നെ ഈ ഐയും കട്ട് ചെയ്ത് പോയി, ഈ ഐയും പോയി, ഈ ഐയും പോയി, ബാക്കി L is equal to n into മ്യൂ സീറോ n a. ഇതാണ് എല്ലിന്റെ ഇത് വെച്ചിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിന് വേണ്ടി ഇക്വേഷൻ. എന്നാൽ ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, കാരണം ന്യൂമറിക്കൽ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ എന്നിന് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ക്യാപിറ്റൽ എന്നും കൊടുക്കാം, സ്മോൾ എന്നിനും കൊടുക്കാം. അതായത് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് n ഈസ്, അതായത് സ്മോൾ n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ, ക്യാപിറ്റൽ എൻ. ഓക്കെ, ഇഫ് സ്മോൾ n ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മുടെ സ്മോൾ n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് therefore L എന്താവും നോക്കിയേ, n ഇൻറ്റു മ്യൂ സീറോ ഇൻറ്റു സ്മോൾ n പകരം ക്യാപിറ്റൽ n ഡിവൈഡ് ബൈ L ഇൻറ്റു എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് L ഈസ് ഈക്വൽ ടു n സ്ക്വയർ മ്യൂ സീറോ എ ഡിവൈഡ് ബൈ L. ഇത് എല്ലിന്റെ രണ്ടാമത്തെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എല്ലിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഇത്. ഇനിയും എന്നിന് വേണമെങ്കിൽ ക്യാപിറ്റൽ n വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് ഈ ക്യാപിറ്റൽ n ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു L എന്നല്ലേ വരുന്നത്. therefore എല്ലിന്റെ ഇക്വേഷൻ എന്താവും? നമുക്കറിയാം ഈ ക്യാപിറ്റൽ എന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അപ്പം NL ഇൻറ്റു മ്യൂ സീറോ സ്മോൾ n ഇൻറ്റു എ എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു സ്മോൾ n സ്ക്വയർ L മ്യൂ സീറോ എ എന്ന് വരും. ഇതാണ് എല്ലിന്റെ ഇതിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെറുതാക്കാം, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. കാണിക്കാം, ആദ്യം മുതൽ കാണിക്കാമേ. ആദ്യം മുതൽ ഇവിടെ ആദ്യം ഇത് നോക്കിയോ, എന്തെങ്കിലും എഴുതാണ്ടോ എഴുതിക്കോ. അടുത്തത് ശ്രദ്ധിച്ചോളൂ, നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് പഠിക്കണം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പഠിച്ചു കഴിഞ്ഞ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിന്റെ ഡെറിവേഷനും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് ഹെഡിങ് എഴുതുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് ഹെഡിങ് എഴുതുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എല്ലാം അതേപോലെ തന്നെയാണ് നോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
സെൽഫ് ഇൻഡക്റ്റൻസിന്റെ പോലെ തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ. എല്ലാം സെയിം അതേ പാറ്റേണിൽ തന്നെയാണ് നോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് പഠിക്കാം. ഇവിടെ 2 കോയിലുണ്ട്. നമുക്കറിയാലോ മ്യൂച്വൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. അപ്പം മ്യൂച്വലില് ഒരു എന്താണ് ഒരു സോളിനോയിഡ് വെച്ചിരിക്കുകയാണ്. ഈ സോളിനോയിഡിനോട്ട് ഞാൻ ബാറ്ററി കൊടുക്കുന്നതിന് പകരം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു AC സോഴ്സ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം AC സോഴ്സ് ആണെങ്കിൽ എപ്പോഴും ഇതിനകത്ത് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. ഓക്കെ, അതിന് തൊട്ടടുത്തായിട്ട് വേറൊരു കോയിൽ വെച്ചു സോളിനോയിഡ് പോലെ തന്നെ. എന്നിട്ട് അതേലോട്ട് ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. അതിനകത്ത് കറണ്ട് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഇത് സ്വിച്ച് ഉണ്ടായിരുന്നു. ഈ സ്വിച്ച് കൊടുത്ത സമയത്ത് നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിച്ചു. കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിയെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇവന്റെ ഫീൽഡിൽ തന്നെ അല്ലേ ആരും ഇരിക്കുന്നത്, വേണ്ട തൊട്ടപ്പുറത്തെ കോയിലും ഇരിക്കുന്നത്. ഈ ആദ്യത്തെ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയും. 1 ഇട്ടിട്ട് മണ്ടയ്ക്ക് ഒരു 0 റെപ്രസെന്റ് ചെയ്യാം. രണ്ടാമത്തേൽ സെക്കൻഡറി കോയിലിന് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ PMS എന്നും റെപ്രസെന്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ പ്രൈമറി കോയിലിനകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കണം. നമ്മൾ AC സോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രൈമറി സോഴ്സിനകത്തെ അല്ലെങ്കിൽ പ്രൈമറി കോയിലിനകത്തെ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചേഞ്ചിങ് കറണ്ട് മൂലം അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് മൂലം പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ആരിയ്ക്കുന്നത്, സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആ സെക്കൻഡറി കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും, അതായത് മറ്റേ കോയിലുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്താണ് ഇരിക്കുന്നത്, ടച്ചിങ് ഒന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ സെക്കൻഡറി കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം പ്രൈമറിയിൽ ഉണ്ടാക്കുന്ന കറണ്ട് അല്ലെങ്കിൽ കറണ്ടിന്റെ ചേഞ്ച് സെക്കൻഡറിയിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കുന്നു. അതുമൂലം സെക്കൻഡറിയിലും എന്തുണ്ടാകുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പ്രൈമറിയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ചേഞ്ച് സെക്കൻഡറിയിൽ പ്രൈമറിയിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ചേഞ്ച് സെക്കൻഡറിയിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രൈമറിയിലെ കറണ്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സും കൂടുന്നു, സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന EMF കൂടും എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. നേരത്തെ പോലെ തന്നെ ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ, I എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും പക്ഷെ സെക്കൻഡറിയും പ്രൈമറിയും ഒന്ന് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പടം വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എന്താണ് ഒരു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങ് എഴുതുന്നതേ ഉള്ളൂ. ഇങ്ങനെ എഴുതണമെന്നൊരു നിർബന്ധവും ഇല്ല. ഡയറക്റ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ചോദിക്കത്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇക്വേഷനും ചോദിക്കും, അതിന്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. അതേപോലെ നേരത്തെ പോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസിനെ EMFന്റെ ടേംസിൽ എഴുതിയ പോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെയും EMFന്റെ ടേംസിൽ എഴുതിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതൊക്കെ എഴുതി പോകേണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഇതങ്ങ് എഴുതുകയാണ്. when the key is pressed, current begins to flow through primary coil, due to which there will be a change in magnetic field. MF എന്ന് എഴുതുവാണ് മാഗ്നറ്റിക് ഫീൽഡിനെ. as the current increases, increases, magnetic field also increases. So flux linked with primary coil changes. Secondary coil is placed in the changing flux of primary, which will induce current in secondary.
കറണ്ട് ഇൻ സെക്കൻഡറി. ഞാൻ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നവർക്ക് വേറെ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് ഗ്രാമറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ്സേ റൈറ്റിംഗ് പരിപാടിയൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്താന്നുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചിരിക്കുക, ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഞാൻ 3 ക്ലാസ് എടുക്കും, 3 ആൾക്കാർക്ക് എടുക്കുവാണെങ്കിൽ 3 നോട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ കണ്ടന്റ്സ് എല്ലാം അത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ സെക്കൻഡറി കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് പ്രൈമറി വിച്ച് വിൽ ഇൻഡ്യൂസ് കറന്റ് ഇൻ സെക്കൻഡറി. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇനി ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ദ ഫിനോമിനോൺ ഓഫ് ഒരു ലൈൻ വിട്ടിട്ട് ദ ഫിനോമിനോൺ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് induced EMF in the secondary due to change in current in primary is known as mutual induction. ഇത് ഇൻഡക്ഷൻ. ആ കോൺസ്റ്റന്റിന്റെ പേരാണ്, ഫിനോമിനോന്റെ പേര് ഇൻഡക്ഷൻ, കോൺസ്റ്റന്റിന്റെ പേര് ഇൻഡക്റ്റൻസ്. എപ്പോഴും ആലോചിച്ചോണം. ഓക്കെ, ഇനി നേരത്തെ പോലെ ഇക്വേഷൻ എഴുതുകയാണ്. അതായത് ഫ്ലക്സ് ചേഞ്ച് ഇൻ സെക്കൻഡറി ഉണ്ടാവാൻ കാരണം കറണ്ട് ചേഞ്ച് ഇൻ പ്രൈമറി ആണ്. ഇത് ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതിയാൽ മതി. ഞാനിവിടെ സെക്കൻഡറിയും പ്രൈമറിയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പോൾ ഫൈ എസ് കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു. ഇതിനെ ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫൈ ഈസിക്കൽ ടു എം ഇൻറ്റു ഐ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ഈസ് ദ കോൺസ്റ്റന്റ് known as mutual inductance. അതിന്റെ യൂണിറ്റും ഹെൻറി തന്നെയാണ്. ഇനിയും ലെൻസ് ലോയുടെ ടേമിൽ ഇതിനെ എഴുതുകയാണ് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. നമുക്കറിയാം E ഈസിക്കൽ ടു നെഗറ്റീവ് ഡി ഫൈ ബൈ ഡി ടി ആണ്. മുകളില് ഫൈനെ നമുക്ക് എം ഐ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എം ഐ എന്ന് എഴുതാം. എം കോൺസ്റ്റന്റ് ആണ്, പുറത്തിറക്കാം. അപ്പം E ഈസിക്വൽ ടു നെഗറ്റീവ് എം ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി. ഇതും പഠിക്കണം. മറ്റേ എൽ ഡി ഐ ബൈ നെഗറ്റീവ് എൽ ഡി ഐ ബൈ ഡി ടി, ഇത് നെഗറ്റീവ് എം ഡി ഐ ബൈ ഡി ടി. രണ്ടും ന്യൂമറിക്കലിന് ആവശ്യമാണ്, പഠിക്കണം. ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, കാരണം അവിടെ 2 ടേൺസ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സോളിനോയിഡ് ചുറ്റുന്ന അതേ സോഫ്റ്റ് ആൻഡ് കോറിൽ തന്നെയാണ് നമ്മൾ ആ സെക്കൻഡറി കോയിലും ചുറ്റുന്നതെന്നുള്ളത് ഓർത്തോണം. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് ടേൺസും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. എഴുതിക്കോളൂ. ഇത് എഴുതിയൊന്ന് ഇതാക്കുന്നു, ഞാൻ ചെറുതാക്കാം, നമ്മൾ നോക്കി എഴുതിക്കും എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ.
ഓക്കെ, ഇനിയും അത് അതിന്റെ ഹെഡിങ് കൂടെ എഴുതിക്കോ, അതുകൂടെ എഴുതിയിട്ട് നമുക്ക് ക്ലാസ് ഫിനിഷ് ചെയ്യാം. പിന്നെ ഒരു ക്ലാസ് കൂടെ വേണേ, ഒറ്റ ക്ലാസ് കൂടെ മതി, അടുത്ത ക്ലാസ് തീരും. എഴുതിക്കോ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിനകത്ത് നമ്മൾ ഒരു സോളിനോയിഡ്, ഞാനൊരു സോഫ്റ്റ് ആൻഡ് കോർ വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ. ഒരു സോഫ്റ്റ് ആൻഡ് കോർ വരച്ചു. സോഫ്റ്റ് ആൻഡ് കോർ എന്ന് പറയുമ്പോൾ പച്ച ഇരുമ്പിന്റെ ഒരു കഷ്ണം, അത്രേ ഉള്ളൂ. അതേലോട്ട് ഞാൻ നമ്മുടെ സോളിനോയിഡ് വൗണ്ട് ചെയ്യാണ്. പുറകിൽ കൂടെ വന്ന്, ഫ്രണ്ടിൽ കൂടെ വന്നു, ബാക്കിൽ കൂടെ പോയി, വീണ്ടും ഫ്രണ്ടിൽ കൂടെ വന്നു. ഈ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, കോയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു. അപ്പൊ കറണ്ട് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു, ഈ ഡയറക്ഷൻ തിരിച്ചിറങ്ങി വരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇതേലോട്ട് എന്ത് ചുറ്റാൻ പോകാന്നറിയാമോ? ഇതിപ്പോ പ്രൈമറി കോയിലാണ്. ഇതേ ഞാൻ കണക്ഷൻ കൊടുത്തു, നമ്മുടെ കറണ്ട് കൊടുത്തു. ആ കറണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ ബാറ്ററി ഒന്നും കാണിക്കുന്നില്ല, AC സോഴ്സ് ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് കറണ്ട് കയറി ഇറങ്ങി പോകുന്നത് കാണിക്കുന്നു. അടുത്തത് ഇതേലോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഞാനൊരു നമ്മുടെ ഏതെങ്കിലും ഒരു വേറൊരു കണ്ടക്ടർ ഞാൻ അതിലോട്ട് ജസ്റ്റ് കോയിൽ ചെയ്യാണ്. ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ടച്ച് ചെയ്താലും കുഴപ്പമില്ല, ഇൻസുലേറ്റഡ് ആണല്ലോ. അപ്പൊ ബാക്കിൽ കൂടി ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നു, വീണ്ടും ഇതുവഴി വന്ന് ഇങ്ങനെ വരുന്നു, അതിന് വീണ്ടും ഇതുവഴി വന്നിട്ട് ഇങ്ങനെ വരുന്നു, അതിന് വീണ്ടും ഇതുവഴി വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ, ഓർമ്മ. ഓക്കെ, ഇതും അപ്പുറത്തെ ബാക്കിൽ കൂടെ വന്ന് ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചാൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ രണ്ട് ടേൺസ് ഉണ്ട്. അതായത് സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസിനെ എല്ലാം 1 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ക്യാപിറ്റൽ N1 വെച്ചിട്ടും, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ടുള്ള സ്മോൾ n-നെ സ്മോൾ n വെച്ചിട്ടും, സ്മോൾ n1 വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോയിൽഡ് ആയിട്ടുള്ള, അതായത് സെക്കൻഡറി കോയിലിനെ എല്ലാം 2 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 2, അതിന്റെ ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് B1 ആയിട്ടും, അതേപോലെ നമ്പർ ഓഫ് ടേൺസ് N1 ആയിട്ടും, സ്മോൾ n-നെ സ്മോൾ n1 ആയിട്ടും എടുക്കുന്നത്, മറ്റേത് N2ഉം സ്മോൾ n2 ആയിട്ടും എടുക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ആദ്യത്തെ തന്നെ ആയിരിക്കും, അതായത് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ആയിരിക്കുമല്ലോ ആ കോയിലിനും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തേന്റെ മാഗ്നറ്റിക് ഫീൽഡ് B2 ആയിട്ടൊന്നും എടുക്കരുത്, B1 ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. നമുക്കത് നോക്കാം. ഇനി ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ് ക്യാപിറ്റൽ N1 be the total number of turns in the primary coil. Primary coil ആരാ ഇവിടെ? സോളിനോയിഡ് ആണ്. When current flows through primary, a magnetic field is set up around it. That is B1 ആയിട്ട് എടുക്കാം, സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. B1 is equal to, നമുക്കറിയാം സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0 small n into I ആണ്. അപ്പൊ μ0 small n1 into I എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. ഇനിയും ഇപ്പൊ സ്മോൾ n1 എന്താ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സോളിനോയിഡ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സോളിനോയിഡ്. ഇനിയും നമ്മള് സെക്കൻഡറി കോയിൽ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രൈമറി കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
secondary coil is placed in the changing magnetic field of solenoid അതായത് primary. അങ്ങനെയാണെങ്കിൽ therefore അല്ലെങ്കിൽ so flux linked with secondary coil changes which is given by flux given by നമുക്ക് ഇങ്ങനെ എഴുതാം. സെക്കൻഡറിയിലുള്ള ഫ്ലക്സ് ആണ് phi s ഈക്വൽ എന്താ BA cos theta എന്ന് തന്നെയാണ്. നമുക്കറിയാം ഫ്ലക്സ് മാക്സിമം കേസിൽ എടുക്കുന്നത് തീറ്റ 0 cos 0 എന്ന് പറയുന്ന 1 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന മാക്സിമം ഫ്ലക്സ് phi s നമുക്ക് മാക്സിമം എന്ന് എടുക്കാം ഈക്വൽ എന്തെന്ന് വരും BA എന്ന് വരും. ഓക്കെ, phi max എന്ന് എടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ സെക്കൻഡറി സ്പെഷ്യൽ ആയിട്ട് കാണിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്കറിയാം സെക്കൻഡറിയിൽ ഒരു ടേൺ അല്ല ഉള്ളത്, നമ്പർ ഓഫ് ടേൺസ് ഒത്തിരി n2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ if അല്ല as there is n2 number of turns in secondary coil phi s max is equal to n2 into ഇവിടെ നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ, നമ്മുടെ ഇതിന്റെ അല്ലേ. അപ്പൊ ഇവിടെ ബി എടുക്കുന്ന സമയത്ത് B1 എന്നും കൂടെ എടുത്തേക്കണം. കാരണം എന്താ അറിയോ, കാരണം സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ B1 into A ഇവിടെയും, അപ്പം N2 into B1 into A എന്ന് വരുന്നു. B1 ന്റെ വാല്യൂ നമുക്ക് അവിടെ ഉണ്ട്. അപ്പം phi s max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് N2 into B1 വരാം μ0 small n into I into A എന്ന് എടുക്കാം. ഇതാണ് phi s max ന്റെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്ന് പറയുമ്പോൾ N2 ന് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. if N2 വേണം N1 ഓക്കെ, സ്മോൾ n1 കൊടുക്കാം. if n1 is equal to നമുക്കറിയാം ക്യാപിറ്റൽ N1 into നമ്പർ ഓഫ് ടേൺ, ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ L ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇല്ലേ. അത് നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ phi s എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, phi s is equal to n2 μ0 ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ L into I into A. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ phi is equal to, ഇനി സെക്കൻഡറി എഴുതേണ്ട കാര്യമില്ല, n1 n2 μ0 IA ഡിവൈഡഡ് ബൈ L എന്ന് വരുന്നു. ഓക്കെ, ഇത് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഓൾറെഡി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെച്ചിട്ടുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ, we have phi is equal to m into I. ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഇക്വേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഓൺ ഇക്വേറ്റിംഗ് 1 and 2. അപ്പൊ എങ്ങനെ ഇരിക്കും, m into I is equal to n1 n2 μ0 IA ഡിവൈഡഡ് ബൈ L. അവിടുന്ന് ഈ ഐയും കട്ട് ചെയ്ത് പോയി, ബാക്കി m is equal to എന്താ n1 n2 μ0 A ഡിവൈഡഡ് ബൈ L. ഇത്രയുമേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ N1 ന് സ്മോൾ n1 into L എന്നും, അതേപോലെ തന്നെ ക്യാപിറ്റൽ N2 ന് സ്മോൾ n2 into L എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, ഇവിടെ ഇത് നിർത്തുവാണ്. അതായത് ഇത്ര മതി. ഇനി വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ആ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എഴുതിയ പോലെ വേണമെങ്കിൽ രണ്ട് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ അത് വേണ്ട, ഇതൊന്ന് പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. കാരണം ന്യൂമറിക്കലിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ ഇങ്ങനെ നിർത്താം. കാരണം നമുക്ക് ഇനി പഠിക്കാനുള്ളത് എനർജി
സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, അതായത് ഈ ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എനർജി ഡെൻസിറ്റിയുടെ ഒരു ഡെറിവേഷൻ ഉണ്ട്. പിന്നെ എ സി ജനറേറ്റർ നിങ്ങളുടെ സ്കൂളുകളിലെല്ലാം എ സി അടുത്ത ചാപ്റ്ററിനകത്തായിരിക്കും, ആൾട്ടർനേറ്റിംഗ് കറന്റിനകത്തായിരിക്കും പഠിപ്പിക്കുന്നത്. ഞാൻ അത് ഈ ചാപ്റ്ററിനകത്താണ് പഠിപ്പിക്കുന്നത്. കാരണം ഈ ചാപ്റ്ററിനകത്ത് അത് പഠിപ്പിച്ചാലേ അടുത്ത ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലായാലേ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളേ. അതുകൊണ്ട് ഈ ചാപ്റ്ററിനകത്താണ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ടോപ്പിക്കൂടെ